സപ്ലൈകോയിൽ 13 സബ്സിഡി സാധനങ്ങളുടെ വില കൂടും. മന്ത്രിസഭാ യോഗത്തിലാണ് വില കൂട്ടാനുള്ള തീരുമാനമായത്. ഇനി മുതൽ സബ്സിഡി സാധനങ്ങൾക്ക് വിപണി വിലയേക്കാൾ 35% മാത്രമായിരിക്കും വിലക്കുറവ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, മാറ്റം എന്നു മുതലായിരിക്കും എന്ന് മാത്രമാണ് ഇനി അറിയാനുണ്ടായിരുന്നത്. ഇപ്പോൾ വില കൂട്ടാൻ തീരുമാനമായിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവ പ്രാബല്യത്തിലെത്തുക? കടുത്ത സപ്ലൈകോയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് ഈ തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടാൻ സംസ്ഥാന സർക്കാർ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ്. 2016 മുതൽ ഏത് വിലയ്ക്കാണോ നൽകിയിരുന്നത് അതിനേക്കാളും വില കൂടുന്നു. ആ വർധന പല രീതിയിലായിരിക്കും ഈ സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ പ്രതിഫലിക്കുക. കാരണം 2016 ഏർപ്പെടുത്തിയ വിലയെക്കാളും പല ഉൽപ്പന്നങ്ങൾക്കും 13 അവശ്യ സാധനങ്ങൾക്കും ഇരട്ടിയോളം വരെ വില വർധന ഉണ്ടായിട്ടുണ്ട്. 55% വില വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ എന്ത് വിലയാണോ വിപണിയിൽ ഈ 13 അവശ്യ സാധനങ്ങൾക്കുള്ളത് അതിനേക്കാളും 35% വിലക്കുറവ് നിശ്ചയിച്ച് അതാണ് സബ്സിഡിയായി നൽകുന്നത്. അതായത് വിപണിയിൽ ഈ 13 അവശ്യ സാധനങ്ങൾക്കും നിലവിലുള്ള വിലയെക്കാളും 35% മാത്രമായിരിക്കും ഇനി സപ്ലൈകോയിൽ ഈ 13 സബ്സിഡി സാധനങ്ങൾക്ക് വിലക്കുറവ് ഉണ്ടാകുക. മന്ത്രിസഭാ യോഗം ഈ തീരുമാനം കൈക്കൊണ്ടത് നേരത്തെ വിദഗ്ധ സമിതി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാനും മാസം മുൻപ് LDF യോഗം ഈ സപ്ലൈകോയെ സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്ന സപ്ലൈകോയെ സഹായിക്കുന്നതിന്റെ ഭാഗമായി വില വർധന, അതായത് 2016 മുതൽ നടപ്പാക്കാതിരുന്ന സബ്സിഡി സാധനങ്ങളുടെ വില വർധന അത് പുനഃപരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. 25% നിലവിലുള്ള വിപണി വിലയെക്കാളും കുറവ് നൽകിയാൽ മതി എന്ന നിർദ്ദേശമാണ് LDF യോഗം അന്ന് നിർദ്ദേശിച്ചത്. എന്നാൽ 35% വിലക്കുറവ് എന്ന നിർദ്ദേശമാണ് വിദഗ്ധ സമിതി നൽകിയത്. ഈ നിർദ്ദേശമാണ് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത്. ഏതായാലും 2011 മുതൽ 16 വരെ 10% മാത്രമായിരുന്നു ഈ വിപണി വിലയെക്കാളും സബ്സിഡി സാധനങ്ങൾക്ക് വിലക്കുറവ് ഉണ്ടായിരുന്നത്. അത് 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 26% അന്നത്തെ വില പൊതുവിപണിയിലെ വിലയേക്കാൾ 26% കുറവായി നിശ്ചയിച്ചാണ് മുന്നോട്ട് പോയത്. 5 വർഷത്തേക്ക് ആണ് ഈ സബ്സിഡി സാധനങ്ങൾക്ക്, അതായത് ഈ വില വർദ്ധിപ്പിക്കില്ല എന്ന തീരുമാനം എടുത്തത്. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷവും അതിൽ പുനഃപരിശോധന നടത്തിയിട്ടില്ല. പക്ഷേ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സപ്ലൈകോയെ നേരിട്ടു. കാരണം കഴിഞ്ഞ 7-8 വർഷമായി ഈ അവശ്യ സാധനങ്ങൾക്ക് വില വർധന നടപ്പാക്കാത്തത് കൊണ്ട് തന്നെ ഈ സപ്ലൈകോ സ്വന്തം നിലയിൽ ഈ ചെലവ് ബാധ്യത വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരാകട്ടെ ഈ വഹിച്ച ചെലവിന്റെ പണം നൽകിയുമില്ല. അത് കാരണം തന്നെ ഏകദേശം 2000 കോടിയോളം രൂപ സപ്ലൈകോയ്ക്ക് സർക്കാർ കുടിശ്ശിക വരുത്തി. ഇതോടെയാണ് സബ്സിഡി സാധനങ്ങൾ നൽകാൻ കഴിയാത്ത 35% വിലക്കുറവാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ മാറ്റം ഈ 13 സബ്സിഡി സാധനങ്ങളിൽ പ്രധാനമായിട്ടും ഉണ്ടാകാൻ പോകുക? വലിയ പ്രതിസന്ധിയുണ്ട്, ശരിയാണ്. ഇങ്ങനെ വിലക്കയറ്റത്തിലൂടെ ഏത് വിധത്തിലായിരിക്കും ഈ പ്രതിസന്ധിയെ മറികടക്കാനാകുക എന്നാണ് കരുതുന്നത്? സാധാരണക്കാരന് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു തീരുമാനം തന്നെയാണ്. അതായത് ചെറുപയർ, വൻകടല, വൻപയർ, തൂരപ്പരിപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ, ജയരി, കുറുവരി, ഒട്ടരി, പച്ചരി എന്നിവയ്ക്കാണ് വില കൂടാൻ പോകുന്നത്. പക്ഷേ നിലവിൽ ഇതൊന്നും സപ്ലൈകോയിൽ വാങ്ങാൻ കിട്ടുന്നില്ല. സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ കിട്ടുന്നില്ല എന്നതൊരു വസ്തുതയാണ്. കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധിയുള്ളത് തന്നെ ഈ സാധനങ്ങളൊന്നും തന്നെ 13 അവശ്യ സാധനങ്ങൾ സപ്ലൈകോയിൽ വാങ്ങി വെച്ച് വിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സപ്ലൈകോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടി, അതായത് ഒരു വിപണി ഇടപെടൽ ഇപ്പോൾ സപ്ലൈകോയിലൂടെ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾക്ക് ഈ 13 അവശ്യ സാധനങ്ങൾക്ക് നേരത്തെ 2016 ഉണ്ടായിരുന്ന വിലയിൽ മാറ്റം വരികയാണ്. ഇപ്പോൾ വിപണിയിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക്, ഈ സാധനങ്ങൾക്ക് എത്രയാണോ വില അതിനേക്കാളും 35% വിലക്കുറവ് നിശ്ചയിച്ച് അതാണ് സബ്സിഡി ഇനി മുതൽ. അതായത് 2016 ഉണ്ടായിരുന്ന വില, അല്ലെങ്കിൽ നിലവിൽ ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വില ആയിരിക്കില്ല ഇനി മുതൽ സപ്ലൈകോയിൽ ഈ സാധനങ്ങൾക്ക് ഉണ്ടാകുക. ഇതുവഴി ഒരു കൂടുതൽ വില കൂട്ടി ആണെങ്കിലും ഈ സാധനങ്ങൾ ലഭ്യമാക്കുക എന്ന ഒരു തന്ത്രമാണ് സർക്കാർ പയറ്റുന്നത്, അല്ലെങ്കിൽ സപ്ലൈകോയെ പിടിച്ചു നിർത്താനുള്ള ഒരു തന്ത്രം, ഒരു വിപണി ഇടപെടലിന്റെ ഒരു നടപടി. പക്ഷേ അതുകൊണ്ട് തന്നെ നിലവിൽ ഉള്ള വിലയുമായി ഒരു താരതമ്യവും സാധ്യമല്ല. നിലവിലുള്ള വില വലിയ തോതിൽ വർധന ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ നമ്മൾ അത് പറയുമ്പോഴും കഴിഞ്ഞ ജൂലൈ മാസം മുതൽ സംസ്ഥാനത്തെ സപ്ലൈകോയിൽ
സബ്സിഡി സാധനങ്ങൾ, ഈ 13 അവശ്യ സാധനങ്ങളും വാങ്ങാൻ കിട്ടാത്ത അവസ്ഥ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ പോയിരുന്നപ്പോൾ ചെറുപയർ മാത്രമുള്ള പല ഔട്ട്ലെറ്റുകളാണ് പലയിടത്തും നമ്മൾ കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ സാധനം ഈ 13 അവശ്യ സബ്സിഡി സാധനങ്ങളും ലഭ്യമാക്കാനുള്ള ഒരു മാർഗമായാണ് ഈ വില വർധനയെ സർക്കാർ കാണുന്നത്. ഏകദേശം 40 ലക്ഷത്തിലധികം ജനങ്ങൾ ഈ സബ്സിഡി സാധനങ്ങളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ എത്ര വലിയ തന്ത്രം പ്രയോഗിക്കുന്നു എന്ന് പറയാനും അത് സാധാരണക്കാർക്കുള്ള തിരിച്ചടിയായി മാറുകയാണ്. ഇപ്പോൾ സപ്ലൈകോയിൽ 13 സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടാൻ തീരുമാനമായിരിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.